ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് നടന്ന എക്സാമുകളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ PSC ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് IT-യുമായി ബന്ധപ്പെട്ട്, IT മേഖലയിൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ബഹിരാകാശ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ തന്നെയല്ല, മറ്റു രാജ്യങ്ങളുടെ ആണെങ്കിലും പ്രധാനപ്പെട്ട ബഹിരാകാശ പദ്ധതികളിൽ നിന്നും ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് PSC എക്സാമുകൾക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ പദ്ധതികളും അതേപോലെ തന്നെ IT മേഖലയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ഇനി വരുന്ന എക്സാമുകൾ ഈ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം എന്ന് തന്നെ കരുതുന്നു. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അപ്പം അതിനു മുമ്പ് പറയട്ടെ, നമ്മളിവിടെ ചന്ദ്രയാൻ 3-നെ കുറിച്ച് നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ചന്ദ്രയാൻ 3 നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയി തന്നെ എടുത്തിട്ടുണ്ട് കോഡിലൂടെ. അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും ചന്ദ്രയാൻ 1, 2, 3മായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ വസ്തുതകളും നമ്മൾ അതിൽ ക്ലിയർ ആയിട്ട് കോഡിലൂടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചന്ദ്രയാൻ 3 പറയുന്നില്ല, അത് വിട്ടിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പം നമുക്കറിയാം, ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 4ാമത്തെ രാജ്യമാണ് അല്ലെ, ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള 3 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് US അല്ലെ, US-ന്റെ നാസ എന്തായാലും സേഫ് ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒന്ന് റഷ്യയാണ്, US, റഷ്യ, ചൈന. ഈ 3 രാജ്യങ്ങളായിരുന്നു ഇന്ത്യക്ക് മുമ്പ് ചന്ദ്രനിൽ എത്തിച്ചേർന്നത്. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ചന്ദ്രന്റെ സൗത്ത് പോളിലെ അല്ലെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ രാജ്യം എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. എന്നാൽ ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളാണ്? US, റഷ്യ, ചൈന. അത് കൂടാതെ ഇപ്പോൾ ഈ 4 രാജ്യങ്ങൾ കൂടാതെ 5ാമതൊരു രാജ്യം കൂടി നമ്മുടെ ചന്ദ്രനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 5ാമതൊരു രാജ്യം കൂടി ചന്ദ്രനിൽ ഇപ്പം അടുത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഏത് രാജ്യമാണ്? ജപ്പാനാണ്. അപ്പോൾ ചന്ദ്രനിൽ സുരക്ഷിതമായിട്ട് പേടകമിറക്കിയ 5ാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ മറന്നു പോകരുത്, ജപ്പാനാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO അല്ലെ, ISRO ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ജപ്പാനും ഒരു ബഹിരാകാശ ഏജൻസി ഉണ്ടാവും അല്ലെ, അതിൻ്റെ പേര് JAXA എന്നാണ്. JAXA മറന്നു പോകരുത്, സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും വന്നാൽ നമുക്ക് കിട്ടണം. JAXA എന്നാണ് ജപ്പാൻ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഈ JAXAയുടെ സ്ലിം എന്ന പേടകമാണ്, സ്ലിം പഠിക്കാൻ എളുപ്പല്ലേ, സ്ലിം എന്ന പേടകമാണ് 2024 ജനുവരി 19 ചന്ദ്രനിൽ ഇറക്കിയത്. ഈ സ്ലിമ്മിന്റെ ഫുൾ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാളാണ്. സ്ലിം SL അല്ലെ, S എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് സ്ലിമ്മിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിന് ഈ സ്ലിം എന്ന് പറഞ്ഞ പേടകത്തിന് ഒരു അപരനാമം കൂടിയുണ്ട്, അതാണ് മൂൺ സ്നൈപ്പർ എന്നുള്ളത്. മൂൺ സ്നൈപ്പർ എന്നുള്ളത് ഏത് പേടകത്തിന്റെ അപരനാമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജപ്പാൻ ചന്ദ്രനിൽ ഇറക്കിയ സ്ലിം എന്ന പേടകത്തിന്റെ അപരനാമമാണ് മൂൺ സ്നൈപ്പർ എന്ന് പറയുന്നത്. ഇനി ഇത് ചന്ദ്രനിൽ മധ്യരേഖയുടെ തൊട്ടടുത്ത് തെക്ക് ഭാഗത്തുള്ള ഷിയോലി, ജസ്റ്റ് കേട്ടാൽ മതി, ഷിയോലി എന്ന് പറഞ്ഞ ഗർത്തത്തിന്റെ ചെരുവിലാണ് ഇറക്കിയത്. അതും കൂടി നിങ്ങളൊന്ന് കേട്ടിരിക്കാം. പിന്നെ തദ്ദേശീയമായി നിർമ്മിച്ച HIIA റോക്കറ്റിലാണ്, HIIA കേട്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, HIIA റോക്കറ്റിലാണ് 2023 സെപ്റ്റംബർ 7 ഇത് സ്ലിം വിക്ഷേപിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പൊ എന്ത് കാര്യമാണ് നാം പറഞ്ഞത്? ഇന്ത്യക്ക് ശേഷം ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്ത 5ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയുടെ പേര് JAXA എന്നാണ്. ഈ JAXAയുടെ സ്ലിം എന്ന പേടകമാണ് 2024 ജനുവരി 19 ചന്ദ്രനിൽ ഇറക്കിയത്. സ്ലിമ്മിന്റെ ഫുൾ ഫോം എന്താണ്? സ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഇതിന് മറ്റൊരു അപരനാമം കൂടിയുണ്ട്, എന്താണ്? മൂൺ സ്നൈപ്പർ എന്നുള്ളത് ഈ സ്ലിം എന്ന പേടകത്തിന്റെ അപരനാമമാണ്. ജപ്പാന് മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മുടെ ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US, റഷ്യ, ചൈന, ഇന്ത്യ. ഇതിന് ശേഷമാണ് ഇപ്പൊ ജപ്പാൻ 5ാമത്തെ രാജ്യമായിട്ട് അവിടെ സേഫ് ലാൻഡ് ചെയ്തത്.
ഇനി നമ്മുടെ ആദിത്യ L1 കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ആദിത്യ L1 ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ അല്ലെ നമ്മുടെ LSGSന്റെ ഫസ്റ്റ് ഫേസ് എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് ചോദിച്ചത്. ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം 2024 ജനുവരി 6 ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് L1 എന്ന സ്ഥലത്തെത്തി. L1 എത്തി. പുറപ്പെട്ടതിന്റെ എത്രാമത്തെ ദിവസമാണ് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ചോദ്യം. 127ാമത്തെ ദിവസമാണ് എത്തിച്ചേർന്നത്. അപ്പൊ അവിടെ നമുക്ക് വിക്ഷേപിച്ച ദിവസവും പഠിക്കണം, എത്തിച്ചേർന്ന ദിവസവും പഠിക്കണം അല്ലെ. വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2 2023 സെപ്റ്റംബർ 2 നമ്മൾ ഇവിടെ നിന്ന് വിക്ഷേപിച്ചത്. 2023 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. സെപ്റ്റംബർ എന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. സെപ്റ്റംബറിൽ തന്നെ ഒരു ടെമ്പർ ഉണ്ട് അല്ലെ. സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പർ ഇല്ലേ. ടെമ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ, ടെമ്പറേച്ചർ ഭയങ്കര ചൂടാണല്ലേ, സൂര്യനിൽ ഭയങ്കര ചൂടല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ എന്നുള്ള ആ ഡേറ്റ് ഓർത്തിരിക്കുക. അപ്പൊ 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. എന്നാണ് അവിടെ എത്തിച്ചേർന്നത്? എത്തിച്ചേർന്നത് 2024 2024 ജനുവരി 6 2024 ജനുവരി 6 അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? L1 പോയിന്റ് അല്ലെ. എത്ര ലഗ്രാഞ്ച് പോയിന്റുകൾ എത്ര ഉണ്ട്? 5 ലഗ്രാഞ്ച് പോയിന്റ് ആണുള്ളത്. L1, L2, L3, L4, L5. അതിൽ L1 പോയിന്റിലേക്കാണ് നമ്മൾ വിക്ഷേപിച്ചത്. ഈ L1 പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? അതായത് മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും തന്നെ നിഴലില്ലാതെ തന്നെ സദാസമയവും സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കും അല്ലെ. മറ്റൊരു ഗ്രഹങ്ങളുടെയും നിഴല് വീഴാതെ സദാസമയവും സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ലഗ്രാഞ്ച് L1 പോയിന്റിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ L1 പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണെന്നല്ലേ. 15 ലക്ഷം കിലോമീറ്റർ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ്. ആ ചോദ്യമാണ് നമ്മുടെ ഈ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. കറണ്ട് അഫയേഴ്സിൽ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി പ്രിലിംസ് എക്സാം ഫസ്റ്റ് ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു L1 പോയിന്റ് എത്ര കിലോമീറ്റർ അകലെയാണെന്ന്. അപ്പൊ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ 15 കോടി കിലോമീറ്റർ ആണ്. കോടി അല്ലെ. 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം. അപ്പൊ ഭൂമിയിൽ നിന്ന് വെറും 15 ലക്ഷം കിലോമീറ്റർ മാത്രമേ അല്ലെ, ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ മാത്രമേ ആദിത്യ L1 എന്ന് പറഞ്ഞ പേടകം സഞ്ചരിച്ചിട്ടുള്ളൂ. L1 പോയിന്റ് അതുകൊണ്ട് തന്നെ 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-57. PSLV C-57 ആയിരുന്നു ഇതിന്റെ വിക്ഷേപണ വാഹനം. പേടകത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 1480.7 കിലോഗ്രാം ആണ് പേടകത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. 5 വർഷക്കാലം സൂര്യനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 5 വർഷക്കാലമാണ് ഇതിന്റെ കാലയളവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 2024 ജനുവരി 6 L1 പോയിന്റിൽ എത്തിച്ചേർന്നു. 127 ദിവസമാണ് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടി എടുത്തത്. എത്ര ദിവസമാണ്? 127 ദിവസമാണ് എടുത്തത്. ഇത്രയും കാര്യങ്ങളെങ്കിലും ആദിത്യ L1 കുറിച്ച് പഠിച്ചു വെക്കുക. അടുത്തത് സമുദ്രം, അന്തരീക്ഷം, കാലാവസ്ഥ. സമുദ്രങ്ങള്, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് US ബഹിരാകാശ സ്ഥാപനമായിട്ടുള്ള നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ്? സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കാലാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാസ അല്ലെ, നമ്മുടെ USന്റെ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത്. ഉപഗ്രഹത്തിന്റെ പേര് പേസ് എന്നാണ്. പേസ്, PACE പേസ് എന്നുള്ളതാണ് ഉപഗ്രഹത്തിന്റെ പേര്. അപ്പൊ നമ്മൾ അത് ഇന്ത്യയുടെ ഉപഗ്രഹം അല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പഠിച്ചിരിക്കേണ്ട, പക്ഷെ ആ ഉപഗ്രഹത്തിന്റെ പേര് പഠിച്ചിരിക്കണം. പേസ് എന്നുള്ളതാണ് ഉപഗ്രഹത്തിന്റെ പേര്. ഈ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറയുന്നത് പ്ലാങ്ക്ടൺ, A എന്ന് പറയുന്നത് എയറോസോള്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ്, E എന്ന് പറയുമ്പോൾ എക്കോസിസ്റ്റം.
പേസിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാങ്ക്ടൺ, എയറോസോള്, ക്ലൗഡ്, ഓഷ്യൻ ആൻഡ് എക്കോസിസ്റ്റം. അതിൽ ഇടയിൽ ഒരു ഓഷ്യനും കൂടി വരുന്നുണ്ട്. ഓഷ്യൻ ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ നാമം. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. 2024 ഫെബ്രുവരി മാസത്തിലാണ് വിക്ഷേപിച്ചത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ എന്നിവയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് എന്നുള്ളത്. പേസിന്റെ ഫുൾ ഫോം പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ രൂപം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് എന്നും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നാസയുടെ ചന്ദ്രയാത്രാ ദൗത്യമായ ആർട്ടമീസിൽ പങ്കാളികളാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ 10 സഞ്ചാരികളുടെ പട്ടികയിൽ കേരളത്തിൽ കുടുംബവേരുള്ള വ്യക്തി ആരാണ്? അതായത് നമ്മുടെ നാസ ആർട്ടമീസ് എന്ന് പറഞ്ഞ ദൗത്യം തുടങ്ങിയിട്ടുണ്ട് അല്ലെ. 2017 ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ആർട്ടമീസ് ദൗത്യം? ചന്ദ്രനിലെ എത്തിച്ചേരുക അല്ലെ. 1972 അപ്പോളോ 17 അവസാനമായിട്ട് ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോകുന്നത്. അപ്പൊ അതിനുശേഷം ഇനി വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യവുമായി ആരംഭിച്ചതാണ് ആർട്ടമീസ് ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പോകുന്നതിന് വേണ്ടിയിട്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള 10 സഞ്ചാരികളുണ്ട്. അതിൽ കേരളത്തിൽ കുടുംബവേരുള്ള വ്യക്തി ആരെന്നാണ് ചോദ്യം. ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ ആണ്. ഡോക്ടർ അനിൽ മേനോൻ മലബാറിൽ നിന്ന് US കുടിയേറിയ ശങ്കരൻ മേനോന്റെ മകനാണ്. US വ്യോമസേനയിൽ ഡോക്ടർ കൂടിയായിട്ടുള്ള അനിൽ മേനോൻ. അനിൽ മേനോൻ ഡോക്ടറാണ്. എവിടെയാണ്? US വ്യോമസേനയിലെ ഡോക്ടറാണ്. ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്നത് മാതാവ് യുക്രൈൻ വംശജയാണ്. അപ്പോൾ അനിൽ മേനോന്റെ വേരുകൾ എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്നും US കുടിയേറിയിട്ടുള്ള ശങ്കര മേനോന്റെ മകനാണ് ഈ അനിൽ മേനോൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം, നാസയുടെ ചന്ദ്രയാത്ര ദൗത്യമായിട്ടുള്ള ആർട്ടമീസിൽ പങ്കാളികളാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ 10 സഞ്ചാരികളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും വേരുള്ള വ്യക്തി ആരെന്നാണ് ചോദ്യം. ഡോക്ടർ അനിൽ മേനോനാണ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് അടുത്തിടെ വൈദ്യുത ഉൽപാദന ശേഷി കൈവരിച്ച് ISRO നേട്ടം സ്വന്തമാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ്? അപ്പൊ ISRO എന്താണ്? ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു അല്ലെ. അപ്പോൾ ബഹിരാകാശത്ത് വൈദ്യുതിയുടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൽപാദനശേഷി കൈവരിച്ചുകൊണ്ട് ISRO നേട്ടം കരസ്ഥമാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പരീക്ഷണത്തിന്റെ പേര് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. FCPS. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഫ്യൂവൽ സെല്ല് പവർ സിസ്റ്റം എന്നുള്ളതാണ് ആ പരീക്ഷണത്തിന്റെ പേരെന്ന് പറയുന്നത്. ബഹിരാകാശത്ത് ഏത് പരീക്ഷണത്തിലൂടെയാണ് ISRO വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നേട്ടം കൈവരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പരീക്ഷണത്തിന്റെ പേര് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം FCPS എന്നുള്ളതാണ്. സ്വന്തമായി ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെ ആദ്യ ചുവടുവെപ്പായിട്ടാണ്, സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിന്റെ, ബഹിരാകാശ കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെ ആദ്യ ചുവടുവെപ്പായിട്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഈ പരീക്ഷണത്തിൽ വിജയം കണ്ടത്. പുതുവർഷ ദിനത്തിൽ വിക്ഷേപിച്ച PSLV-C-58 നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ എത്ര വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു? 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ഏത് ഉപഗ്രഹത്തിലാണ് പരീക്ഷണം നടത്തിയത്? PSLV-C-58. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ആദിത്യ L1 വിക്ഷേപിച്ചത് ഏത് ഉപഗ്രഹമാണ്? PSLV-C-57 ആണ്. ഇത് PSLV-C-58 ഈ പരീക്ഷണം നടത്തിയത്. അങ്ങനെ 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ISRO. ഏത് പരീക്ഷണത്തിലൂടെയാണ്? ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം FCPS എന്നുള്ള പരീക്ഷണത്തിലൂടെയാണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്താണ് അടുത്തിടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയെ യുവജനകാര്യ മന്ത്രിയായിട്ട് നിയമിച്ചത്? UAE സംഭവം. അതായത് അവിടുത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെ അവിടുത്തെ യുവജനകാര്യ മന്ത്രിയായിട്ട് നിയമിച്ചു. ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE. അദ്ദേഹത്തിന്റെ പേര് സുൽത്താൻ അൽ നയാദി എന്നാണ്. എന്താണ് പേര്? സുൽത്താൻ അൽ നയാദി. സുൽത്താൻ അൽ നയാദിയെയാണ് നിയമിച്ചത്. 6 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ നയാദി ആദ്യമായി ബഹിരാകാശത്തെത്തിയ അറബ് വംശജൻ കൂടിയാണ്.
ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ചേർന്ന അറബ് വംശജൻ എന്നും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അൽ നയാദി എന്നാണ്. അദ്ദേഹത്തെ UAE ഇപ്പോൾ അവിടുത്തെ യുവജന കാര്യമന്ത്രിയായിട്ട് നിയമിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രാജ്യത്താണ് അടുത്തിടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെ യുവജന കാര്യമന്ത്രിയായി നിയമിച്ചത്? UAE-യിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് അൽ നയാദി എന്നാണ്. അദ്ദേഹം ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ അറബ് വംശജൻ കൂടിയാണെന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ. അപ്പം ജപ്പാനാണ് ആദ്യമായിട്ട് തടി കൊണ്ടൊരു കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ചുകൊണ്ട് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ലിഗ്നോസാറ്റ് പ്രോബ് എന്നാണ് പേര്. ലിഗ്നോസാറ്റ് പ്രോബ്. അപ്പം ലിഗ്നോസാറ്റ് പ്രോബ് എന്താണ്? തടി കൊണ്ടുള്ള, ലോകത്തിലെ തന്നെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ്. നാസയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ജെക്സ ഇത് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ എല്ലാ രാജ്യങ്ങളും ലോഹങ്ങൾ കൊണ്ടുള്ള ഉപഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത്. അപ്പൊ തടി കൊണ്ടുള്ള ഉപഗ്രഹം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബഹിരാകാശത്തെ മാലിന്യവും അതുകൊണ്ടുള്ള അപകടങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിധി വരെ കുറയ്ക്കാൻ, മുഴുവനായിട്ടല്ലെങ്കിലും ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തടി കൊണ്ട് ഉപഗ്രഹം നിർമ്മിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ജപ്പാനാണ്. ആ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര് ലിഗ്നോസാറ്റ് പ്രോബ് എന്നാണ്. നാസയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് വിക്ഷേപിക്കുന്നത്. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ജെക്സ എന്നുള്ളതാണ്. നിലവിൽ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹങ്ങളാണ് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. പകരമായിട്ട് നമ്മുടെ തടി കൊണ്ടുള്ള ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാൽ ബഹിരാകാശ മാലിന്യങ്ങളുടെ അപകടം ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ അത് നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയപ്പോൾ തകർന്നുപോയ റഷ്യയുടെ ചന്ദ്ര ദൗത്യത്തിന്റെ പേരെന്തെന്നാണ്? ലൂണ 25 എന്നുള്ളതാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 മുമ്പ് ഈ നമ്മുടെ സൗത്ത് പോളിൽ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കാനായിരുന്നു റഷ്യയുടെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ അവസാന നിമിഷത്തിൽ അത് സേഫ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ക്രാഷായി തകർന്നുപോയി, അത് പൊളിഞ്ഞുപോയി കത്തിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ചന്ദ്രനിൽ ഇടിച്ചിറക്കി തകർന്നുപോയ റഷ്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് ലൂണ 25 എന്നുള്ളതാണ്. 47 വർഷത്തിന് ശേഷമുള്ള റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് തകർന്നു പോയത്. 47 വർഷത്തിന് ശേഷമുള്ള റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് തകർന്നു പോയത്. 1976 ലൂണ 24 ചന്ദ്രനിലേക്ക് പോയ അവസാനത്തെ റഷ്യൻ പേടകം. അപ്പൊ ചന്ദ്രനിലേക്ക് പോയ അവസാനത്തെ റഷ്യൻ പേടകം എന്ന് പറയുന്നത് ലൂണ 24. ഇപ്പൊ 25 പൊളിഞ്ഞു പോയത്. അതിന് തൊട്ട് മുമ്പ് എന്നാണ് 1976 ലൂണ 24 ചന്ദ്രനിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മുൻപേ പേടകത്തെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ ലക്ഷ്യം എന്നുള്ളത്. പക്ഷെ അത് പൊരിഞ്ഞുപോയി 1957 ആദ്യ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചതും ബഹിരാകാശത്ത് ആദ്യ നായയെയും മനുഷ്യനെയും എത്തിച്ചതും ആര് തന്നെയാണ്? സോവിയറ്റ് യൂണിയൻ നമ്മുടെ റഷ്യയുടെ മുൻഗാമിയായിട്ടുള്ള, അല്ലെങ്കിൽ പഴയ പേര് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയനാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് ഉപഗ്രഹത്തെ അയക്കുന്നതും നായയെ എത്തിക്കുന്നതും പിന്നീട് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതും. യൂറി ഗഗാറിൻ അദ്ദേഹത്തെ എത്തിക്കുന്നത് എല്ലാം തന്നെ റഷ്യയായിരുന്നു. പക്ഷെ ഈ 76 ശേഷം, ഇപ്പോൾ 47 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു ചാന്ദ്ര ദൗത്യം ഏറ്റെടുക്കുന്നത്? റഷ്യ ഏറ്റെടുക്കുന്നത്. പക്ഷെ അത് വിജയിക്കാൻ സാധിക്കാതെ പൊലിഞ്ഞുപോയി. അത് ഏത് ഉപഗ്രഹമാണ്? ലൂണ 25 എന്നും കൂടി ഓർത്തിരിക്കുക. ഈ ചോദ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 2023 ഓഗസ്റ്റ് 16 US വെച്ച് അന്തരിച്ച VS അരുണാചലം ഏത് മേഖലയിലെ ശാസ്ത്രജ്ഞനായിരുന്നു? പേരെന്താണ്? VS അരുണാചലം ഏത് മേഖലയിലെ ശാസ്ത്രജ്ഞനായിരുന്നു? മിസൈൽ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. മിസൈൽ നമ്മുടെ DRDOയുടെ മുൻ മേധാവിയായിരുന്നു. മാത്രവുമല്ല പ്രധാനപ്പെട്ട മിസൈലുകളായിട്ടുള്ള അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ് അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ് തുടങ്ങിയ മിസൈലുകളും അതേപോലെ തന്നെ തേജസ് യുദ്ധവിമാനവും വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് VS അരുണാചലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. 2023 ഓഗസ്റ്റ് 16 അദ്ദേഹം അന്തരിച്ചത്. 2023 ഓഗസ്റ്റ് 16 US വെച്ചിട്ടാണ് അന്തരിച്ചത്. VS അരുണാചലം മിസൈൽ ശാസ്ത്രജ്ഞനായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ എത്ര ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്? ഗഗൻയാൻ പദ്ധതി എന്താണെന്നറിയാലോ? ബഹിരാകാശത്ത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള നമ്മുടെ ഇന്ത്യയുടെ ദൗത്യമാണ് അല്ലെ ഗഗൻയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2018 ഓഗസ്റ്റ് 15 ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. 2025 കൂടി സാധിക്കും, ഈ ദൗത്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഇതിന് പോകാനുള്ള പൈലറ്റുമാരുടെ എത്ര ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചത്? 4 പേരുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഇതിൽ 3 പേർക്കേ പോകാൻ സാധിക്കുള്ളൂ. എങ്കിലും 4 പേരുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് മലയാളിയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? പാലക്കാടുകാരനായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നമ്മുടെ ലെനയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഇതിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഗ്രൂപ്പ് ക്യാപ്റ്റൻ. എന്നാൽ വിംഗ് കമാൻഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുഭാൻഷു ശുക്ലയാണ്. ശുഭാൻഷു ശുക്ലയാണ് വിംഗ് കമാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ 4 പേരുകളാണ് നിർദ്ദേശിച്ചത്. 4 പേരിൽ 2 പേര് നമുക്കിപ്പോൾ കിട്ടിയില്ലേ? ഒന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ നമ്മുടെ മലയാളി ആയിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ, പിന്നെ ഒന്ന് വിംഗ് കമാൻഡർ ആയിട്ടുള്ള ശുഭാൻഷു ശുക്ലയാണ് വിംഗ് കമാൻഡർ എന്ന് പറയുന്നത്. പിന്നെ 2 പേരെന്ന് പറയുന്നത് ഒന്ന് അജിത് കൃഷ്ണനും പിന്നെ ഒന്ന് മറ്റ് അങ്കദ് പ്രതാപ്. ഇങ്ങനെ 4 പേരുടെ പേരുകളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിൽ 3 പേർക്കാണ് പോകാൻ സാധിക്കുള്ളൂ. ഇവരുടെ ട്രെയിനിങ്ങും ബാക്കി പരിശീലനങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഈ 4 പേരുടെയും പരിശീലനം പൂർത്തിയായി എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ദൗത്യത്തിന്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റും പൂർത്തീകരിച്ചു. ISRO അതിന്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റും നടത്തി കഴിഞ്ഞു. അതിന്റെ പേരെന്തായിരുന്നു? TVD1 എന്നായിരുന്നു പേര്. അതായത് ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ 1. TVD1 അഥവാ ടെസ്റ്റ് വെഹിക്കിൾ അബോർട്ട് മിഷൻ 1 എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. പ്രത്യേകിച്ച് മലയാളിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പഠിക്കുക. അടുത്ത ചോദ്യം, ഏത് ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്? പറക്കും തളികകളെ കണ്ടെത്താനായിട്ട്. പറക്കും തളിക എന്ന് പറയുന്നത് നമ്മ കേട്ടുള്ള ദിലീപിന്റെ സിനിമയാണ് അല്ലെ. അതല്ലാതെ ബഹിരാകാശത്തില് അറിയപ്പെടാത്ത, അതായത് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണ് ഈ പറക്കും തളിക എന്ന് പറയുന്നത്. ഇതിനെ USA ബഹിരാകാശ ഏജൻസിയായ നാസ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് തിരിച്ചറിയപ്പെടാത്ത അസാധാരണമായ പ്രതിഭാസം എന്നാണ് ഈ പറക്കും തളികകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാസ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാസ തന്നെയാണ് ഈ പറക്കും തളികകളെ കുറിച്ച് പഠിക്കാൻ പ്രത്യേകം ഒരു സംഘത്തെ നിയോഗിച്ചത്. തിരിച്ചറിയപ്പെടാത്ത അസാധാരണ പ്രതിഭാസം എന്നാണ് ഈ പറക്കുന്ന വസ്തുക്കളെ കുറിച്ച് നാസ പറഞ്ഞത്. പറക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് UFO, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. നമ്മൾ പറക്കും തളിക എന്ന് പറയില്ല, അതിന് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ചിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം എന്ന് പറയുന്നത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ് എന്നുള്ളതാണ് ആ പേടകത്തിന്റെ പേര്. അത് ശരിക്കും US ആണ് അയച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന് നേതൃത്വം നൽകിയെന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഇൻഡ്യൂറ്റീവ് മെഷീൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് 2024 ഫെബ്രുവരി 15 വിക്ഷേപിച്ചത്. 2024 ഫെബ്രുവരി 15 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്നുള്ള റോക്കറ്റിൽ വിക്ഷേപിച്ചു. ഈ ഒഡീസിയസ് വിക്ഷേപിച്ചു. 1972 നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, 1972 അപ്പോളോ 17 US അവസാനമായിട്ട് ചന്ദ്രനിലേക്ക് ഒരു യാത്ര നടത്തുന്നത് അല്ലെ. സ്ഥിരമായിട്ട് ചന്ദ്രനിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെ എത്തിച്ചിരുന്നതാണ് അമേരിക്ക എന്ന് പറയുന്നത്, US എന്ന് പറയുന്നത്. 1972 നമ്മുടെ അപ്പോളോ 17 വിക്ഷേപിച്ചതിന് ശേഷം പിന്നെ ഒരു ചാന്ദ്ര ദൗത്യം US നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 1972 അപ്പോളോ 17 ശേഷം നടത്തിയ ദൗത്യമാണ് ഈ ഒഡീസിയസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത് അവിടെ എത്തി എങ്കിലും കൂടിയിട്ട് അത് വളരെ തണുത്ത്, ചന്ദ്രനിൽ ആ സമയത്ത് വളരെ തണുത്ത ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഇത് തണുത്തുറഞ്ഞ് ഇതിന്റെ പ്രവർത്തനരഹിതമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം എന്ന് പറയുന്നത് ഒഡീസിയസ് ആണെന്നും US ആണ് ഇത് വിക്ഷേപിച്ചത് എന്നാണ് 2024 ഫെബ്രുവരി 15 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് എന്നും ഒന്ന് ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യം ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ പാകിസ്ഥാനി വനിതയെ കുറിച്ചിട്ടാണ്. ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ പാകിസ്ഥാനി വനിത എന്നുള്ളത് ദുബായിൽ താമസിക്കുന്ന നമീറ സലീമാണ്. നമീറ സലീം ദുബായിലാണ് താമസിക്കുന്നത്. ദുബായിൽ താമസിക്കുന്ന നമീറ സലീമാണ് ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ പാകിസ്ഥാനി വനിത എന്ന് പറയുന്നത്. നമീറ സലീം. നമ്മൾ നേരത്തെ ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യത്തെ അറബ് വംശജനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിനെ യുവജനകാര്യ മന്ത്രിയാക്കി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അൽ നയാദി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അൽ നയാദി. നമ്മുടെ UAE ആണ് അദ്ദേഹത്തെ യുവജനകാര്യ മന്ത്രിയാക്കിയത്. ഇവിടെ നമ്മൾ പറഞ്ഞത് നമീറ സലീമാണ്. നമീറ സലീം രണ്ടും നായാണ്. നമീറ സലീം, നമീറ സലീം അവിടെയും നായാണ്. നാ എന്ന് പറയുന്നത് നയാദി. നയാദി അൽ നയാദി, അൽ നയാദി, അൽ നയാദിയാണ് ആദ്യത്തെ അറബ് വംശജൻ എന്ന് പറയുന്നത്. ഇവിടെ നമീറ സലീമാണ് ആദ്യത്തെ പാകിസ്ഥാൻ വനിത എന്ന് പറയുന്നത്. US-ന്റെ വെർജിൻ ഗാലക്റ്റിക് സംഘത്തോടൊപ്പം വെർജിൻ ഗാലക്റ്റിക് സംഘത്തോടൊപ്പമാണ് ഒക്ടോബർ 6-ന് നമീറ ബഹിരാകാശ യാത്ര നടത്തിയത്. അതിൽ കൂടാതെ ഭൂമിയുടെ ഇരുധ്രുവങ്ങളിലേക്കും സഞ്ചരിക്കുകയും എവറസ്റ്റ് പർവ്വതത്തിന് മുകളിൽ പാരച്യൂട്ടിൽ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഭൂമിയുടെ ഇരുധ്രുവങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. എവറസ്റ്റ് പർവ്വതത്തിന് മുകളിൽ കൂടി പാരച്യൂട്ടിൽ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവര് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണല്ലേ. ആ പേര് മറന്നു പോകരുത്. ആദ്യത്തെ പാകിസ്ഥാൻ വനിത, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ പാകിസ്ഥാൻ വനിത എന്ന് പറയുന്നത് നമീറ സലീമാണ്. ഇനി ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ അറബ് വംശജൻ എന്ന് പറയുന്നത് അൽ നയാദിയാണ്. രണ്ടും ശ്രദ്ധയോടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം 2023 ഓഗസ്റ്റ് 1-ന് രാത്രി ഇന്ത്യൻ സമയം 12:02-ന് ചന്ദ്രനെ പരമാവധി വലുപ്പത്തിൽ കണ്ട പ്രതിഭാസം അറിയപ്പെടുന്ന പേര്. ചന്ദ്രനെ പരമാവധി വലുപ്പത്തിൽ കണ്ട പ്രതിഭാസമാണ്. അപ്പൊ ചന്ദ്രൻ നല്ല സൂപ്പർ ആയിരിക്കും അല്ലെ കാണാൻ. നല്ല വലുപ്പൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പൊ സൂപ്പർ മൂണാണ്. സൂപ്പർ മൂൺ 2023 ഓഗസ്റ്റ് 1-ന് രാത്രി ഇന്ത്യൻ സമയം 12:02-ന് ചന്ദ്രനെ പരമാവധി വലുപ്പത്തിൽ കണ്ട പ്രതിഭാസത്തിന്റെ പേര് സൂപ്പർ മൂൺ എന്നാണ്. ചന്ദ്രൻ ഭൂമിയോട് കൂടുതൽ അടുത്തു വരുന്നതിനാലാണ് വലിപ്പവും മിഴിവും ദൃശ്യമാകുന്നത്. അതേ മാസം തന്നെ ഇപ്പൊ നമ്മത് പറഞ്ഞത് ഓഗസ്റ്റ് 1-നാണ് സൂപ്പർ മൂൺ പറഞ്ഞത്. അതേ മാസം തന്നെ ഓഗസ്റ്റ് 30-ന് ബ്ലൂ മൂണും ദൃശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലൂ മൂണും അതേ മാസം തന്നെ ദൃശ്യമായിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 30-ന് ബ്ലൂ മൂണും ദൃശ്യമായി. ഒരേ മാസത്തിൽ തന്നെ 2 പൂർണ്ണ ചന്ദ്രന്മാർ ദൃശ്യമാകുന്നതിനെയാണ് ബ്ലൂ മൂൺ എന്ന് പറയാം. ഒരേ മാസത്തിൽ തന്നെ 2 പൂർണ്ണചന്ദ്രന്മാരെ ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഇത് പഠിക്കുമ്പോൾ ഇഡിയംസ് പഠിക്കുമ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, വല്ലപ്പോഴും മാത്രമുള്ള ഒരു പ്രതിഭാസം അല്ലേ, വല്ലപ്പോഴും റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ബ്ലൂ മൂൺ എന്ന് പറയുക. അപ്പൊ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ തന്നെ 2 പൂർണ്ണചന്ദ്രന്മാരെ ദൃശ്യമാകുന്നതിനെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുക. 2037-ലാകും ഈ പ്രതിഭാസം ഇനി ദൃശ്യമാവുക. 2037-ലായിരിക്കും ഇനി ഈ പ്രതിഭാസം ദൃശ്യമാവുക. അപ്പൊ സൂപ്പർ മൂണും ഇപ്പൊ അടുത്തുണ്ടായിട്ടുണ്ട്, ബ്ലൂ മൂണും ഇപ്പൊ അടുത്തുണ്ടായിരുന്നു. സൂപ്പർ മൂൺ ഉണ്ടായത് എന്നാണ് 2023 ഓഗസ്റ്റ് 1-നും ബ്ലൂ മൂൺ ഉണ്ടായത് 2023 ഓഗസ്റ്റ് 30-നുമാണ്. ഒരേ മാസം തന്നെയാണ്. ഒന്ന് ഫസ്റ്റത്തെ ദിവസം 1-ാം തീയതി, അടുത്തത് ലാസ്റ്റത്തെ ദിവസം ഓഗസ്റ്റ് 30-നുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ടും ഇപ്പൊ വരുന്ന PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നും നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, IT-യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, കൂടുതൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് IT-യിൽ നിന്നും പിടിച്ചിട്ടുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസുകൾ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ IT-യുമായി ബന്ധപ്പെട്ട ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നന്നായി ഒന്ന് കേട്ടിരിക്കുക, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് എക്സാമിന് ഉപകരിക്കും. ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 100 റാങ്ക് മുന്നിലാണ്. ഇപ്പോൾ 100 റാങ്ക് അല്ല, പണ്ടാണ് 100 റാങ്ക് എന്ന് പറയാം. ഇപ്പോൾ 200-ഉം 300-ഉം റാങ്ക് മുന്നിലേക്ക് എത്താൻ നിങ്ങളെ ഈ ചോദ്യങ്ങൾ സഹായിക്കും. നന്നായി ശ്രദ്ധയോടുകൂടി പഠിക്കുക. എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ കൂടി അറിയിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.